മുനിവൃതം ഭാവയേ നീലകണ്ഠം ഭക്തിയാശോകാലയേശം സകലമുനിവൃതം ഭാവയേ നീലകണ്ഠം പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം 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 അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശിവശക്തിയായുക്തോ യദി ഭവതി ശക്രപ്രഭവിതും ശിവശക്തിയായുക്തോ യദി ഭവതി ശക്രപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അധസ്ത്വാം ആരാധ്യം ഹരിഹരവിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥം അകൃതപുണ്യം പ്രഭവതി പ്രണന്തും സ്തോതും വാ കഥം അകൃതപുണ്യം പ്രഭവതി. ഗുരുവായൂരപ്പ മഹാദേവ ഭക്തന്മാരെ, പുരാണത്രയ പാരായണ സത്രത്തില് ദക്ഷയാഗവും സതീദേഹത്യാഗവും മൃത്യുഞ്ജയ മന്ത്രവും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ദക്ഷയാഗത്തിന്റെ കഥ ഇവിടെ ഈ പാരായണ വേദിയിൽ പാരായണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും. ദക്ഷ പ്രജാപതി, ആ ദക്ഷൻ എന്ന വാക്കിന് തന്നെ ദക്ഷ സമർത്ഥ എന്നർത്ഥം. ആ പ്രജാപതി എന്ന വാക്കിന് പ്രജാനാപതി, പരമവിഷ്ണു ഭക്തനായിരുന്ന ദക്ഷ പ്രജാപതി അവിടത്തേക്ക് വാത്സല്യനിധിയായിട്ട് സതീദേവി ആവിർഭവിക്കുന്നു. ആ സതീദേവിയെ ലോകൈകനാഥനായിരിക്കുന്ന സാക്ഷാൽ മഹാദേവന് പാണിഗ്രഹണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥകളാണ്. അത് തന്നെയാണ് ശിവശക്തിയായുക്തോ മഹാദേവൻ സർവാന്തര്യാമിയായ ചൈതന്യ സ്വരൂപനായിട്ട് ഇവിടിപ്പോ പരബ്രഹ്മസ്വരൂപനായിട്ട് ആ പരബ്രഹ്മത്തിന് മൂർത്തി കൽപ്പിക്കാൻ പറ്റുമോ?
സാധിക്കില്ല. ജ്യോതിഷാചാര്യന്മാര് മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃത വർത്തമാപുനർജന്മനാം ആത്മേത്യ ആത്മവിതാം എന്ന് പറയുന്നു. ശശഭൃത്തിന് മൂർത്തിത്വത്തെ കൽപ്പിച്ചപ്പോ ശശഭൃത്ത ശശിയെ ധരിക്കുന്നവനായിരിക്കുന്ന സർവാന്തര്യാമിയായിരിക്കുന്ന ചൈതന്യസ്വരൂപനായ സച്ചിദാനന്ദമൂർത്തി സച്ചിദാനന്ദ സ്വരൂപത്തിന് മൂർത്തിത്വത്തെ കൽപ്പിച്ചപ്പോ അതാണ് മഹാദേവൻ, അതാണ് പരമശിവൻ. സർവചരാചരങ്ങളിലും മംഗളസ്വരൂപനായിട്ട് വിരാജിക്കുന്നവൻ ചൈതന്യസ്വരൂപൻ. ആ ചൈതന്യത്തിന് മൂർത്തി കൽപ്പിക്കാൻ പറ്റും. ആ കൽപ്പനയ്ക്ക് അതീതനായിട്ട് കൽപ്പനാതീതനായിട്ടുള്ളതായ പരബ്രഹ്മസ്വരൂപി പരബ്രഹ്മമൂർത്തിയായിട്ട് വിരാജിക്കുന്ന ഈ ക്ഷേത്ര സങ്കേതത്തില് മൂർത്തി കൽപ്പിക്കപ്പെട്ട ദക്ഷിണാമൂർത്തിയെ കുറിച്ച് പ്രതിപാദിക്കുക എന്നത് അല്പം സാഹസം തന്നെയാണ്. ആ ദക്ഷിണാമൂർത്തിയായ ആദിയും അന്തവുമില്ലാത്ത ആദിയും അന്തവും എന്തെന്നറിയാത്ത ചൈതന്യ മാത്ര സ്വരൂപനായ ആ സ്വരൂപം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആകൃതി കൽപ്പിക്കുന്നതോ എന്ന് സംശയം. ആകൃതി ഇല്ലാത്തവന് നമുക്ക് ഒന്നും ഇല്ലാതെ ഒരിക്കൽ ആരാധിക്കാനുള്ളത് സാധ്യമാണ്. ആരാധിക്കണമെങ്കിൽ ഒരു ഉപാധി വേണം. അതാണ് വിഗ്രഹത്തിന്റെ പ്രാധാന്യം. വിഗ്രഹം എന്ന വാക്കിന് തന്നെ വിശേഷേണ ഗ്രഹിക്കപ്പെട്ടത്, സ്വീകരിക്കപ്പെട്ടത് എന്നർത്ഥം. ആ സ്വീകരിക്കപ്പെട്ടതായ രൂപമാണ് ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം എന്ന് നമ്മളെല്ലാവരും നിത്യേന ജപിക്കുന്ന ശിവമന്ത്രം. ശിവൻ മംഗളസ്വരൂപൻ, ശിവകരം മംഗളത്തെ മാത്രം ചെയ്യുന്നവനായിരിക്കും. ശാന്തം ശാന്തസ്വരൂപൻ, അർദ്ധനിമീലിത നേത്രനായിട്ട് ധ്യാനനിരതനായിരിക്കുന്ന സാക്ഷാൽ സച്ചിദാനന്ദ മൂർത്തി, സാക്ഷാൽ ദക്ഷിണാമൂർത്തി. ശിവാത്മാനം, ആ ശിവമായിട്ട് എല്ലാ ജീവാത്മാക്കൾക്കും ശിവത്തെ മാത്രം മംഗളത്തെ മാത്രം പ്രദാനം ചെയ്യുന്നത്. ആ ശിവ സ്വയമേവ മംഗളസ്വരൂപനായിട്ട് ശിവോത്തമം, ശിവമായിരിക്കുന്നവർ ഏറ്റവും ഉത്തമോത്തമനായിട്ട് മംഗളസ്വരൂപന്മാരിൽ ഏറ്റവും ഉത്തമനായിരിക്കും. ശിവമാർഗപ്രണേതാരം, ഏറ്റവും മംഗളമായിരിക്കുന്ന മാർഗത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും പ്രകർഷേണ വേണ്ട പ്രകാരത്തിൽ നയിക്കുന്നവനാണ് അവിടുന്ന്. പ്രണതോസ്മി, ഞാൻ പ്രകർഷേണ നമസ്കരിക്കുന്നു. സദാശിവം, സദാസമയത്തും മംഗളസ്വരൂപനായിട്ട് ലോകത്തിന് മംഗളത്തെ മാത്രം പ്രദാനം ചെയ്യുന്ന സച്ചിദാനന്ദ മൂർത്തിക്ക് ഇതാ ഇവുള്ളവൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്ന് നിത്യേന പ്രാതസന്ധ്യയിലും സായം സന്ധ്യയിലും നമ്മള് ചൊല്ലുകയാണെങ്കിൽ അമംഗളമായിട്ട് ഒന്നും തന്നെ നമ്മളെ സ്പർശിക്കുകയില്ല. ഭക്തന്മാരെ അനുഭവമാണ്. ധാരാളം നിരന്തരമായിട്ട് അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ അറിയണില്ല. അത് മാത്രമേ ഉള്ളൂ. ഇത് അറിയണമെങ്കിൽ നമ്മളിലുള്ളതായ ആ ചൈതന്യ സ്വരൂപത്തെ
നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. അതിനുള്ള ഉപാധിയാണ് ആ മൂർത്തി. ആ മൂർത്തിയെ കൽപ്പിക്കുകയാണ് പരികൽപ്പിത. ആ മൂർത്തി കൽപ്പിക്കപ്പെട്ടവനാണ്. എല്ലാ ദിക്കിലും സകല ചരാചരങ്ങളിലും വിരാജിച്ചുകൊണ്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യ സ്വരൂപത്തിന് ഒരു മൂർത്തി കൽപ്പിക്കാൻ സാധിക്കും. ഇത്തരണത്തില് ഇതിൽ നിന്ന് അല്പം വിട്ടിട്ട് ശാഖാലംകരണം എന്ന് പറയും ശാസ്ത്രകാരന്മാര്. സാരമില്ല, എങ്കിലും പണ്ട് മഹാദേവൻ ഒരു ചൈതന്യം ബ്രഹ്മദേവനും വിഷ്ണുദേവനും കൂടി ഒരു തേജസ് ആകാശം മുതൽ ഭൂമി വരെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു തേജസ് കാണുണ്ടായി. അപ്പോ മഹാവിഷ്ണു ചോദിച്ചു, ബ്രഹ്മൻ ഈ തേജസ്സിന്റെ അഗ്രം അറ്റം കാണാൻ പറ്റുമോ? അങ്ങനെയാ ചോദിച്ചത്. ഈ തേജസ്സിന്റെ അറ്റം അങ്ങക്ക് അങ്ങ് എല്ലാ ദിക്കിലും സ്വേച്ഛയാ ഗമിക്കാൻ നടക്കാനും പോവാനും ഒക്കെ കഴിവുള്ളവരാണല്ലോ. സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവാണല്ലോ. അപ്പോ ഈ ചൈതന്യം അവിടത്തേക്ക് അധീനാണ്. അവിടത്തേക്ക് ഈ ചൈതന്യത്തിന്റെ അറ്റം കാണാൻ പറ്റും. വിഷ്ണുദേവൻ പരിശ്രമിച്ചു നോക്കാം. നോക്കല്ലേ, ഞാനും പരിശ്രമിച്ചു നോക്കാം എന്ന് വിഷ്ണുദേവനും. തൽക്കാലം അദ്ദേഹത്തിന് ഒരു ലീലയാണല്ലോ ഇതൊക്കെ. ഗുരുവായൂരപ്പനൊക്കെ സകലവും ലീലയാണ്, എല്ലാം ഒരു കളിയാണ്. എന്താ ബ്രഹ്മദേവൻ ചെയ്യാൻ എന്നൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് ബ്രഹ്മദേവൻ ആ യോഗ സിദ്ധി കൊണ്ട് ഊർധ്വക ഭാഗത്തിലേക്ക് മുകളിലേക്ക് ഗമിച്ചു. പോയി ആകാശമാർഗത്തിലേക്ക് മുകളിലേക്ക് സകല ലോകങ്ങളിലും പ്രവേശിച്ചു. ഭൂലോകം, സ്വർലോകം, ബഹളം, സപ്തലോ ലോകങ്ങളിലേക്കും പ്രവേശിച്ച് അവിടെ ചെന്നപ്പോഴും ഈ തേജസ് അതിൽ നിൽക്കുക. ആ തേജസ്സിനൊരു അവസാനം. അങ്ങനെ പോയി ക്ഷീണിച്ചു വന്നപ്പോ ഒരു പുഷ്പം താഴത്തേക്ക് ഇറങ്ങി വരിക. ഈ പുഷ്പത്തിനെയും അയച്ചത് മായാമയനായിരിക്കണമായ കണ്ണനായിരുന്നു ആയിരിക്കണം, അല്ലാണ്ട് നിവൃത്തിയില്ലോ. പരീക്ഷിക്കല്ലേ ചെയ്യണേ. എന്തിനു പറയണു? കൈതപ്പൂവേ, നീ ഒരു കാര്യം ചെയ്യണം. ഈ തേജസ്സിന്റെ ഈ അറ്റം നീ കണ്ടിട്ടുണ്ടോ? കൈതപ്പൂവ് പറഞ്ഞു, അല്ല ഞാൻ എന്താ ഒരു വിഷയം? നീ ഈ തേജസ്സിന്റെ അറ്റം കണ്ടിട്ടാണോ വരണത് എന്ന് ഞാൻ ഭൂമിയിലെത്തിയിട്ട് മഹാവിഷ്ണുവിനോട് പറയുമ്പോൾ നീ അത് അനുസരിക്കണം. എന്നുവെച്ചാൽ ഒന്നും മിണ്ടരുത്. അത് വെക്കുമോ? അല്ല, അത് വേണം. കാരണം നിന്റെ സൃഷ്ടാവ് ഞാൻ തന്നെയല്ലേ, അപ്പൊ നീ അനുസരിക്കണം. അല്ലെങ്കിൽ അതിന് അവിടുത്തെ ചോദ്യത്തിന് ഉത്തരമില്ല എന്നാ എന്റെ കഴിയില്ല. അപ്പോ മനസ്സിൽ ആ മനസ്സോട് കൂടിയിട്ട് ഈ കൈതപ്പൂ പറഞ്ഞു, തലയാട്ടില്ല, ഉറച്ച ശബ്ദത്തോട് കൂടിയിട്ട് എന്ന് മൂളാൻ ധൈര്യമില്ല. ആ തലയാട്ടിട്ട് ബ്രഹ്മദേവന്റെ തൃക്കൈകളിൽ വന്നിരുന്നു. സാവധാനത്തിൽ താഴത്തേക്ക് ബ്രഹ്മദേവൻ ഇറങ്ങി വന്നപ്പോ അല്ല ബ്രഹ്മൻ ഭാവിഷ്ണു കാത്ത് സുസ്മേര വദനായിട്ട് ഒന്നിനെ പുഞ്ചിരിച്ചും കൂടി നിൽക്കുന്നു. അപ്പോ ഈ തേജസ്സിന്റെ അഗ്രം മോള് ഭാഗം അങ്ങ് കണ്ടു. അല്ല, തേജസ്സിന്റെ അഗ്രം, അതിന്റെ അഗ്രഭാഗം അങ്ങ് കണ്ടു. തേജസ്സിന്റെ അഗ്രഭാഗം കണ്ടു എന്ന് പറയാൻ ഭയം.
കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഏറ്റ വിഷയത്തിന് അല്ല ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അസത്യമാണ്. കൈതപ്പൂവ് പറഞ്ഞിട്ട് എന്നെ കയ്യിൽ വെച്ചിട്ട് നുണ പറയരുത്, പൊളി പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുദേവൻ അവിടുന്ന് ആവശ്യമില്ലാത്ത ഈ വക ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കണോ? ഇതിന്റെ തേജസ്സിന്റെ അഗ്രഭാഗത്ത് നിന്ന് വരണതാണെന്ന് ഇത് ദൃഷ്ടാന്തമായിട്ട് കാണിച്ചു തന്ന അവിടത്തേക്ക് അങ്ങോട്ട് സമ്മതിച്ചാൽ പോരെ. വീണ്ടും അദ്ദേഹം ഒന്നുകൂടി ചുരിച്ചും കൊണ്ട് ചോദിച്ചു, ഇത് കണ്ടിട്ടില്ല എന്ന് അവിടത്തേക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കണം. വലിയ വിഷമമൊന്നുമില്ല. സർവാന്തര്യാമിയായിട്ട് ജഗന്നിയന്താവായിരിക്കുന്ന സച്ചിദാനന്ദമൂർത്തിയായ പരിപാലനകർത്താവായിട്ടുള്ള മഹാവിഷ്ണുവിന് വല്ല സംശയമുണ്ടോ? എന്നാലും ബ്രഹ്മദേവനുള്ളതായ അജ്ഞാന ബാധയ വാസ്തവത്തിൽ ഈ പൊളി പറയാനൊക്കെ അഹങ്കാരം കൊണ്ടാ. ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പോരായാവില്ലേ, ഞാൻ രണ്ടാം തരക്കാരനാവില്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുകൊണ്ട് വിചാരിക്കുന്നു. ഞാൻ ഈ വടക്കുന്ന വന്ന വിദ്വാൻ ഈ വടക്കൻ ഭാഷയില് തെക്കുള്ള സഹോദരി സഹോദരന്മാരോട് പറയുമ്പോൾ ഈ ഭാഷ മനസ്സിലാവുണ്ടോ എനിക്ക് നിശ്ചയില്ല. എങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ സന്തോഷം, മനസ്സിലായില്ലെങ്കിൽ ബോറടിക്കുന്നെങ്കിൽ പറയണം, ഞാൻ ഇപ്പം തന്നെ നിർത്താം. എങ്ങനെയായാലും ബ്രഹ്മദേവൻ പറഞ്ഞു കൈതപ്പൂവിനെ കൈവച്ചില്ല. ഈ കൈതപ്പൂവ് ഈ തേജസ്സിന്റെ അഗ്രഭാഗത്ത് നിന്ന് വരുന്നതാണ് എന്ന് ആണ് പറയണത്. അപ്പോഴും വിഷ്ണുദേവന് മനസ്സിലാവുന്നുണ്ട് ഏതന്നെയായാലും. അപ്പൊ ഈ തേജസ്സിന്റെ അഗ്രം കണ്ടു അല്ലെ, അല്ല ഇത് കൈതപ്പൂവ് അവിടുന്ന് വരുന്നതാണ് എന്നാൽ തേജസ്സിന്റെ അഗ്രം കണ്ടു എന്ന് മനസ്സിലായി നിരീക്ഷിച്ചൂടെ? എന്തിനാ എങ്ങനെയായിട്ട് പുറത്തേക്ക് മുഴുവൻ പറയുന്നില്ല. ഇതൊക്കെ മനോഗത. ഈ മനോഗതവും മായാമയനായിരിക്കുന്ന മായക്കണ്ണന് മനസ്സിലാവാൻ വല്ല വിഷമമുണ്ടോ? എന്തിനു പറഞ്ഞു? പോയിന്നും പോയില്ലാന്നും ആയിന്നും ആയില്ലാന്നും ഒക്കെയായി, കണ്ടുവെന്നും കണ്ടില്ലാന്നുമായി, ചുരുക്കം ആകെ വിഷമത്തിലായി തീർന്നു. കണ്ടുവെന്ന് ആക്കി തീർന്നു ബ്രഹ്മദേവൻ. എന്തിനു പറഞ്ഞു? സത്യവാദിയായിരിക്കുന്ന ബ്രഹ്മദേവൻ അസത്യത്തിന്റെ സംസ്പർശം അസത്യം ബാധിച്ചു കഴിഞ്ഞപ്പോ അജ്ഞാനം ബാധിച്ചില്ലേ? അജ്ഞാനം കൊണ്ടായി പൊളി പറയുന്നത്. ഞാൻ അഗ്രഹം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലെ ഈ മഹാദേവന്റെ തേജസ്സിന്റെ അഗ്രഹത്തിനെ കാണാൻ കിട്ടിയാൽ പറ്റില്ല എന്ന് എനിക്കും അറിയാം, അങ്ങയ്ക്കും അറിയാം. പോകാൻ പറഞ്ഞു, കാണാൻ പരിശ്രമിച്ചു, കാണാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പോലെ എന്ന് വിഷ്ണുദേവൻ പറയാതെ അടുത്തോട് ചോദിക്കാം. ഈ ജ്ഞാനികളായിട്ടുള്ളവർക്ക് പരസ്പരങ്ങളെ നമ്മൾ വർത്തമാനം പറയണമെന്ന് പറയേണ്ടത് കാര്യം അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ദൃഷ്ടാന്തം കാണിച്ചതല്ലേ? ദൃഷ്ടാന്തം കാണിച്ചതല്ലേ? അങ്ങനെ ഗ്രഹിച്ചുകൂടെ? വെറുതെ എന്നെ കാണാത്ത എന്നെ പറയുക. ഇങ്ങനെ കിടന്ന വട്ടത്തിൽ തിരിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ആ അസത്യത്തിന് കൂട്ടു നിന്നപ്പോ സംഹാരകർത്താവായിരിക്കുന്ന മഹാദേവൻ അജ്ഞാന ബാധയ്ക്ക് കാരണഭൂതമായ ആ ശരീരത്തിൽ നിന്നും ഒരു കഴുത്ത് തുള്ളിക്കളഞ്ഞു. അങ്ങനെ ചതുർമുഖനായി നാൻമുഖനായിട്ട് തീർന്നു. 5 മുഖം ഉണ്ടായിരുന്നു, ഒന്ന് പോയി കിട്ടും. എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ അജ്ഞാനത്തിന് കാരണഭൂതമായി പറയാൻ ഉപയോഗിച്ചതായിരിക്കുന്ന ആ ശിരസ്, ആ നാവിനോട് ബന്ധപ്പെട്ട ശിരസിനെ അറുത്തു കളഞ്ഞു. ഈ കഥകളിലൊക്കെ എല്ലാം തന്നെ സിംബോളിക്കായിട്ട്, സൂചകങ്ങളായിട്ട് നിരവധി വിഷയങ്ങൾ കിടക്കുന്നുണ്ട്. കേരളീയ കലയായിട്ടുള്ള പാഠകത്തില് കിരാത കഥയെ പറയുമ്പോൾ ആചാര്യന്മാര് വിശദീകരിച്ച് പറയാറുള്ളതാണ് ഈ കഥ. ഏതാണ്ട് ഒരു ദിവസം മുഴുവനെ ഇപ്പൊ ഈ പറഞ്ഞ വിഷയം നീട്ടി ആ ബ്രഹ്മദേവനെ ഒന്നുമല്ലാതെയാകണ്ട ആക്കി തീർക്കാൻ ഏതാണ്ട് 2 മണിക്കൂറോളം അവർ പറയും. ഇത് കുട്ടിക്കാലത്ത് ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ
സർവാന്തരിയായിട്ടുള്ള ചൈതന്യ സ്വരൂപൻ മാത്രമായിട്ടുള്ള അവിടത്തേക്ക് മഹാദേവന് രൂപം കൽപ്പിക്കാൻ പറ്റും. ബ്രഹ്മദേവന് തന്നെ അബദ്ധം പറ്റി. ആ പരിപാലന കർത്താവായിരിക്കുന്ന അവിടുന്ന് സംഹാരകർത്താവായിരിക്കുന്ന മഹാദേവനെ കൊണ്ട് അവർ രണ്ടുപേരുടെയും ഇച്ഛ കൊണ്ട്